ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതമോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതമോ. നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതമോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതമോ. നാം ദൈവസ്ഥനിൽ കാത്തിരിക്കുമ്പോൾ നാം ചെയ്യേണ്ട ആദ്യത്തെ ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ പകരണം. എന്താണ് നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് മുൻപാകെ പകരപ്പെടണം. നമുക്ക് വായിക്കാം സങ്കീർത്തനം 62 സങ്കീർത്തനം അതിൻ്റെ 1, 5, 8 വാക്യം. മൊത്തം 3 വാക്യമുണ്ട്. ആദ്യത്തെ വാക്യം മലയാളത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായി ഇരിക്കുന്നു, എൻ്റെ രക്ഷ അവനിൽ നിന്ന് വരുന്നു. പക്ഷെ ഇംഗ്ലീഷ് ഇങ്ങനെ: ട്രൂലി മൈ സോൾ വെയിറ്റഡ് അപ്പോൺ ഗോഡ്, ഫ്രം ഹിം കമത്ത് മൈ സാൽവേഷൻ. മലയാളത്തിൽ മൗനമായി ഇരിക്കുന്ന എഴുതിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി കാത്തിരിക്കുന്നു, എൻ്റെ രക്ഷ അവനിലേക്ക് വരുന്നു. ഇന്നാണ് എഴുതേണ്ടത്, അത് മാറി എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളം എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയം ദൈവത്തെ നോക്കി കാത്തിരിക്കണം. അങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് വചനം വന്ന് ദൈവത്തിൻ്റെ പക്കൽ നിന്ന് നമുക്ക് രക്ഷ വരുമെന്ന്. ഇത് ആദ്യത്തെ വാക്യം. 5-ാം വാക്യം വായിച്ചോ: എൻ്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായി ഇരിക്കുക, എൻ്റെ പ്രത്യാശ അവനിൽ നിന്ന് വരുന്നു. ഇംഗ്ലീഷിൽ മൈ സോൾ വെയിറ്റ് thou only upon God, for my expectation is from him. നമുക്ക് ശരിക്കും ഇങ്ങനെ പറയാം: എൻ്റെ ഉള്ളമേ ദൈവത്തെ നോക്കി കാത്തിരിക്കുക, എൻ്റെ പ്രത്യാശ അവനിൽ നിന്ന് വരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നാം ദൈവസ്ഥനിൽ കാത്തിരിക്കുമ്പോൾ ആദ്യം നമ്മളുടെ ഹൃദയം എന്ത് ചെയ്യണം? ദൈവത്തെ നോക്കി കാത്തിരിക്കണം. നമ്മൾ സഹായിപ്പാൻ, നമ്മളെ വിടുവിക്കുവാൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് കഴിയത്തില്ല. ആര് കഴിയും? ദൈവത്തിന് മാത്രമേ കഴിയൂ. ദൈവമല്ലാതെ നമ്മളെ വിടുവിപ്പാൻ ആരുമില്ല. നമ്മളൊരു വ്യക്തി സഹായിക്കണമെങ്കിലും ദൈവം ആ വ്യക്തിയോട് ഇടപെട്ടാൽ മാത്രമേ ആ വ്യക്തി നമ്മളെ സഹായിക്കുവാൻ കഴിയൂ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ ധ്യാനിച്ചത് യോസഫാത്തിനെ കുറിച്ച് നമ്മൾ ധ്യാനിച്ച്. യോസഫാത്ത് വിരോധമായി ആര് വന്ന്? അമോറിയരും മോവാബ് ദേശത്താറും വന്നു. ഈ 2 കൂട്ടരും യോശഫാത്തിന് വിരോധം വന്നപ്പോൾ യോശഫാത്ത് എന്ത് ചെയ്ത്? ഭയപ്പെട്ട്. ആദ്യം എന്ത് ചെയ്ത്? ഭയപ്പെട്ട്. പിന്നെ എന്ത് ചെയ്ത്? താല്പര്യത്തോടെ ഉപവാസം പ്രത്യുത്തരം ചെയ്തു, അല്ലെ? ഉപവാസം ആ യൂദ മുഴുവനും അവൻ പറഞ്ഞ് യൂദ ദേശത്ത് എല്ലാവരും എന്ത് ചെയ്ത്? ദൈവത്തിന്റെ ആലയത്തിന് മുൻപായി കൂടി വന്നു. ആദ്യം അവർ ഉപവാസം എടുത്തു. രണ്ടാമത് അവർ ഒന്നിച്ച് കൂടി വന്നു. മൂന്നാമത് എന്ത് ചെയ്ത്? ദൈവത്തോട് പ്രാർത്ഥിച്ചു.
പ്രാർത്ഥിച്ചതിന് ദൈവം അവർക്ക് ഉത്തരം തന്ന ദൈവം തന്നെ നിങ്ങൾ തന്ന് ഒരു ദൈവത്തിന്റെ ആത്മാ ഒരു ലേവ്യന്റെ മേൽ വന്ന് അവൻ ദൈവത്തിന്റെ അരുളപ്പാട് പറഞ്ഞ് ഈ യുദ്ധം നിങ്ങൾക്കുള്ളതല്ല, ഇത് ആരുടേതാണ്? ദൈവത്തിന്റെ യുദ്ധം അത്രയെന്ന് പറയുവാൻ ഇടയായി. ഞാൻ ഇത്രയും പറഞ്ഞ എന്തിനാണ്? ദൈവസഭയിൽ കാത്തിരിക്കുന്നവർ തങ്ങളുടെ ഹൃദയത്തെ പകർന്നവർക്ക് ദൈവം ഏറ്റെടുത്ത് പ്രവർത്തിക്കുവാൻ ഇടയായി. മനസ്സിലായോ? അപ്പോൾ നമ്മളുടെ ആദ്യം ചെയ്യേണ്ട കാര്യം, ദൈവസഭയിൽ കാത്തിരിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ ഹൃദയത്തെ പകരണം. വായിക്കാം 8-ാം വാക്യം, അതേ സംഗീതത്തിൽ 62:8 നമുക്ക് വായിക്കാം. 8-ാം വാക്യം ഇങ്ങനെ പറയുന്നത് എന്താണ്? ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ, നിങ്ങളുടെ ഹൃദയം അവന്റെ മുൻപിൽ പകരുവിൻ. നമ്മളെപ്പോഴും നമ്മുടെ ഹൃദയം പകർന്ന് എവിടെയാണ്? ഏറ്റവും അടുത്ത സുഹൃത്ത്, നമുക്ക് താല്പര്യമുള്ള വ്യക്തികളെടുത്താണ് നമ്മളുടെ ഹൃദയം പങ്കുവെക്കും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ഹൃദയത്തെ പകരാം, അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ നിങ്ങളെ കുറ്റം പറഞ്ഞ ഒരു വ്യക്തിയെടുത്ത് നിങ്ങളുടെ പങ്കുവെക്കരുത്. നമുക്കറിയാം, യാരുടെ പറഞ്ഞാൽ യാർ നമുക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും എന്ന് വിചാരിക്കുന്ന വ്യക്തിയുടെ അടുക്കൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തെ പങ്കുവെക്കാൻ കഴിയും. പക്ഷെ എല്ലാറ്റിനും ഉപരിയായി നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുമ്പോൾ അവിടെ നമുക്ക് എന്തുണ്ട്? ഉത്തരമുണ്ട്. നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങളുടെ ഹൃദയത്തിൽ അത്രയും ഭാരം പ്രയാസം ഉണ്ടെങ്കിൽ നാം ദൈവസന്നിധിയിൽ പറയുമ്പോൾ അവിടെയാണ് ദൈവം നമ്മളെ ആശ്വാസപ്പെടുത്തുന്നത്. ജീവിതത്തിലും നാം ഏത് വിഷയത്തിൽ നാം ഭയപ്പെടുന്നതോ ആ വിഷയം ദൈവം നമ്മോട് സംസാരിക്കും. ഫസ്റ്റ് എന്താണ്? നിങ്ങൾ ഭയപ്പെടരുത്. അതുകൊണ്ടാണ് ബൈബിൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഏകദേശം 365 പ്രാവശ്യം ബൈബിളിൽ ഭയപ്പെടരുതെന്ന് പറഞ്ഞ വാക്കുകളുണ്ട്. നാം ഒவ்வொரு ദിവസവും ഒരു വാക്ക് എടുത്താൽ മതി. ആദ്യം എന്താണ്? ഭയപ്പെടരുത്. ഓക്കെ, ഞാൻ ഇത്രയും പറഞ്ഞത് സംഗീതക്കാരൻ ദാവീദ് പറഞ്ഞ് എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പേ, നിങ്ങളുടെ ഹൃദയം അവന്റെ മുൻപിൽ പകരുകയും. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. നമുക്കറിയാം, ദൈവസന്നിധിയിൽ തൻ്റെ ഹൃദയത്തെ പകർന്ന ഒരു വ്യക്തിയുണ്ട്. ആരും നമുക്കറിയാം, ഹന്ന. കുഞ്ഞുങ്ങളില്ലാതെ അവൾ ജീവിച്ചപ്പോൾ അവൾ എന്ത് ചെയ്തു? ദൈവസന്നിധിയിൽ തൻ്റെ ഹൃദയം പകർന്നു. തൻ്റെ ഹൃദയത്തിലുള്ള കാടിനെല്ലാം അവൾ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ അടുക്കൽ പറഞ്ഞു. അവൾ വായ് കൊണ്ട് പറഞ്ഞിട്ടില്ല, വായ് കൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അവളുടെ ഹൃദയത്തിൻ്റെ വേദനകൾ എന്ത് ചെയ്തു? അവൾ പങ്കുവെക്കുവാനിടയായി. മற்றവർ കാണുമ്പോൾ അത് അറിയത്തില്ല. നമുക്ക് വായിക്കാം, 1 സാമുവേലിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 12 മുതൽ 15 വാക്യങ്ങൾ വായിക്കാം. അന്ന് എന്ത് ചെയ്ത്? ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പുരോഹിതൻ ഏലി എന്ത് ചെയ്ത്? അന്നാവെ സൂക്ഷിച്ച് നോക്കി. എങ്ങനെയാണ്? ഇവൾ എന്ത് ചെയ്യുന്നതെന്ന് ഏലിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് നോക്കിയപ്പോൾ അടുത്ത 13-ാം വാക്യം, ഹന്ന എങ്ങനെ ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അതരം അണങ്ങിയത് അല്ലാതെ ശബ്ദം കേൾപ്പാൻ ഇല്ലാതിരുന്നു. ആകയാൽ അവൾ ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ഏലിക്ക് തോന്നിപ്പോൾ. ലഹരി പിടിച്ച വ്യക്തി എന്ത് ചെയ്യോ? ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കോ? പക്ഷെ ഇവിടെ അന്ന ഹൃദയം കൊണ്ട് സംസാരിച്ച് ദൈവസന്നിധിയിൽ, വായ് കൊണ്ടല്ല, ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അതരം മാത്രം എന്താ ചെയ്ത്? അണങ്ങി. ശബ്ദം കേട്ടില്ല, ஆனால் നമ്മളുടെ ചുണ്ട് എന്താണ്? ഇങ്ങനെ അണങ്ങിക്കൊണ്ടിരുന്നു. ശബ്ദം കേട്ടില്ല. അപ്പോൾ ഇന്ന് മാത്രം വിഷമത്തിൽ തൻ്റെ ഹൃദയത്തെ അവൾ ദൈവസന്നിധി പകർന്നു കാണും. കണ്ട് ഏലിക്ക്, പുരോഹിതനക്ക് എന്താണ് മനസ്സിലായില്ല. അവൻ വിചാരിച്ച് അവൾക്ക് എന്തോ ലഹരി പിടിച്ചിരിക്കുന്നു. ഓക്കെ, നമുക്ക് വായിക്കാം, അടുത്ത വാക്യം വായിക്കാം. ഏലി എന്ന് പറഞ്ഞ്, നീ എത്രത്തോളം ലഹരി പിടിച്ചെടുക്കും, നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. ഹന്ന തന്റെ ഹൃദയത്തിന്റെ വേദന ദൈവസന്നിധി കൊടുക്കുമ്പോൾ ഏലിക്ക് മനസ്സിലായില്ല. ഏലി പറഞ്ഞു, നീ എത്രത്തോളം ലഹരി പിടിച്ചെടുക്കും? ഈ ചോദ്യം നമ്മുടെ അടുത്ത് ഇറങ്ങി ചോദിച്ചാൽ നമുക്ക് എന്താവും? വിഷമം വരും, അല്ലേ? എന്നെ കണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ, അല്ലേ? നിങ്ങൾക്ക് എനിക്ക് വന്നെടുക്കും. ഞാൻ ആത്മാർത്ഥ ദൈവസ്ഥലം ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കണ്ട് ഒരു വ്യക്തി ഇങ്ങനെ ചോദിച്ചാൽ നമുക്ക് എന്ത് വരും? ദേഷ്യം വരും. പക്ഷെ അന്ന എന്താ പറഞ്ഞ്? അതിന് അന്ന ഉത്തരം പറഞ്ഞത് എന്താണ് പറഞ്ഞ? അവള് അന്ന വളരെ സൗമ്യതയോടെ താഴ്മയോടെ
അവൾ പറഞ്ഞത് എന്തായിരുന്നു? ഞാൻ മനോവിഷമമുള്ള സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. എന്താണ് പറഞ്ഞത്? യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുമ്പോൾ ദൈവം കാണുന്നുണ്ട്. ചിലപ്പോൾ എനിക്കറിയത്തില്ല, ഇവർക്ക് ആർക്കറിയത്തില്ല, നിങ്ങളുടെ ഭാരമോ വിഷമോ ആർക്കറിയത്തില്ല. പക്ഷെ നമ്മൾ കാണുന്ന ദൈവമുണ്ട്, അവൻ നമുക്ക് ഉത്തരം നൽകും. ആദ്യത്തെ കാര്യം പറഞ്ഞാൽ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരണം. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ ഭാരമുണ്ടെങ്കിലോ നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങളുടെ ഹൃദയം പകർന്നാൽ നിങ്ങൾ കാണുന്ന ദൈവമുണ്ട്, തീർച്ചയായിട്ടും അതിൻ്റെ മേൽ അവൻ ഉത്തരം നൽകും. നമുക്കറിയാം അണ്ണ എന്തിനു വേണ്ടി അവൾ വിഷമത്തോട് ദൈവസ്ഥലം തൻ്റെ ഹൃദയം പകർന്നത് കുഞ്ഞിന് വേണ്ടിയാണ്. അവൾ ചോദിച്ചത് എത്ര കുഞ്ഞ്? ഒരു കുഞ്ഞിനാണ് അവളെ ചോദിച്ചത്. പക്ഷെ ദൈവം എത്ര കുഞ്ഞും തന്ന്? മൊത്തം എത്ര പേര്? 5. അതായത് സാമ്യൽ അല്ലാതെ മൊത്തം 5 പേര്. അപ്പൊ സാമ്യൽ കൂട്ടി എത്ര പേര്? 6 പേര്. മൊത്തം അവൾക്ക് എത്ര പേര്? 3. അന്നക്ക് 3 മക്കളും 3 ആണും 2 പെണ്ണുമാണ് ദൈവം കൊടുത്തത്. മൊത്തം അപ്പൊ എത്ര പേര്? അന്നോട് സാമ്യയുടെ ചേർത്ത് മൊത്തം 6 കുട്ടികൾ. പക്ഷെ അവൾ ചോദിച്ച എത്ര? ഒരു കുട്ടിക്ക് മാത്രമേ അവർ അപേക്ഷിച്ചു. ദൈവം എത്ര തന്ന്? 6 മക്കളെ തന്നു. ഇതാണ് നമ്മളുടെ ദൈവത്തിൻ്റെ സ്പെഷ്യാലിറ്റി. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കണം കുറച്ച് കിട്ടിയാൽ മതി, ഇച്ചിരി മതി. ദൈവം കൊടുക്കും ഇച്ചിരിയല്ല, നമുക്ക് പറ്റാത്ത അളവാണ് ദൈവം കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയും പറഞ്ഞത് നാം ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ദൈവസ്ഥലം നമ്മുടെ ഹൃദയത്തെ പകരണമെന്ന്. രണ്ടാമത്തെ കാര്യം നാം ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ വചനത്താൽ നമ്മളെ തന്നെ കൊണ്ട് വചനം വായിക്കുകയും ധ്യാനിക്കുകയും ആ വചനത്താൽ നിറയപ്പെടണം. സംഗീതം 130 അതിൻ്റെ 5-ാം വാക്യം, ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു, അവൻ്റെ വചനത്തിൽ താൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. നമുക്ക് കർത്താവിൻ്റെ വചനം അല്ലാതെ നമുക്ക് പ്രത്യാശിപ്പാണോ? ഒന്നുമല്ല. നമ്മൾ വിടുവിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. പിശാചിനെ എതിർക്കാൻ വരുമ്പോൾ കർത്താവ് എന്ത് ചെയ്തു? വചനം കൊണ്ടാണ് പിശാചിനെ ജയിച്ചത്. സോ വചനമില്ലെങ്കിൽ നമ്മൾ ഒന്നുമില്ല. വചനമുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വചനം കൊണ്ടും പ്രാർത്ഥിക്കാൻ കഴിയും. നമ്മൾ യോശുവയെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, മോശെ മരിച്ച് അടുത്ത ഇസ്രായേൽ ജനത്തെ നടത്തേണ്ട ഒരു ലീഡർഷിപ്പിലെ ആർ വന്നു? യോശുവ വന്നു. ദൈവം അവനെ കൊണ്ടുവന്നു. എന്നാൽ നമുക്കറിയാം, ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ കൂടാരത്തിൻ്റെ പുറത്ത് എപ്പോഴും രാപ്പകലും താൻ ഉണ്ടായിരുന്നു. മോശെ ദൈവത്തിൻ്റെ അടുക്കൽ കയറിപ്പോയപ്പോഴും ഇദ്ദേഹം മലയുടെ താഴ്വരയിൽ അവൾ ആയിരുന്നു. അതിനർത്ഥം ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തെ എപ്പോഴും താൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് മോശെ മരിച്ചതിന് ശേഷം ആ ഇസ്രായേൽ ജനത്തെ നടത്തുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് യോശുവ. യോശുവയുടെ കർത്താവ് പറഞ്ഞത്, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. കർത്താവ് പറഞ്ഞു യോശുവയോട്, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളതൊന്നും നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അത് എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്? എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായി ഇരിക്കും. ഇംഗ്ലീഷ് എങ്ങനെ പറഞ്ഞത്? യു വിൽ ബി എ സക്സസ്. കൃതാർത്ഥനക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞത് യു വിൽ ബി എ സക്സസ്. നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് സക്സസ് ഇല്ല, അല്ലെങ്കിൽ കൃതാർത്ഥമില്ല? എന്തുകൊണ്ട് നമ്മൾ സാധിക്കുന്നില്ല? എന്താണ് കാരണം? നമ്മൾ ദൈവവചനത്തെ വേണ്ടുവോളോ ധ്യാനിക്കുന്നില്ല. ഓക്കെ, എന്താണ് ധ്യാനം? ഫുൾ ടൈം രാവിലെ എന്ത് സാപ്പാട്, ഉച്ചയ്ക്ക് എന്ത് സാപ്പാട്? നമ്മൾ ഇതേക്കുറിച്ചാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്. ഈ ശരീരത്തിന് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നത് അതല്ല. ദൈവത്തിൻ്റെ വചനങ്ങൾ നാം എത്രത്തോളം നാം ഭക്ഷിക്കാൻ പറ്റുമോ, നാം അത്രത്തോളം ഭക്ഷിക്കുമ്പോൾ ഉള്ളാണ് ആത്മ എന്ത് ചെയ്യും? ബലപ്പെടും. അതുകൊണ്ടാണ് കർത്താവ് യോശുവയോട് പറഞ്ഞ്, ഈ ന്യായപ്രമാണ പുസ്തകം എന്ത് ചെയ്യണം? നിന്റെ വായിൽ നിന്ന് നീങ്ങി പോകരുത്, നീ രാവും പകലും അത് ധ്യാനിക്കണം. നമ്മൾ എപ്പോഴാണ് ധ്യാനിക്കുന്നത്? ഒരു ഞായറാഴ്ച അല്ലെങ്കിൽ ഒരു തിങ്കളാഴ്ച രാവിലെയോ ചൊവ്വാഴ്ച രാവിലെയോ നമുക്ക് തിരക്കൊന്നും ഇല്ലെങ്കിൽ അപ്പോൾ നമുക്ക് ബൈബിൾ എടുക്കാം.
സദാ നേരവും ദൈവം എന്ത് ചെയ്യണം? തൻ്റെ മക്കളുടെ മേൽ നോക്കിക്കൊണ്ട് കണ്ണോക്കമായിരിക്കുന്നു. അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് തിരക്കുകൾ എല്ലാം ഉണ്ട്, എങ്കിലും ദൈവത്തെ നാം വേണ്ടിയവനെ അന്വേഷിക്കണം. ഞാൻ ഇത്രയും പറഞ്ഞത്, വചനം നാം എന്ത് ചെയ്യണം? വചനം നാം നിറയ്ക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഉപവാസ പ്രാർത്ഥന എന്ത് ചെയ്യുന്നത്? നാം അനുദിനവും ദൈവത്തിന്റെ വചനം ധ്യാനിക്കുന്നത്. നാം എത്രത്തോളം വചനം നമ്മുടെ അകത്ത് കേട്ടാൻ പറ്റുമോ നാം എന്ത് ചെയ്യണം? വചനം നാം കേൾക്കുന്നത്. ഒരു തവണ നമുക്ക് നോക്കാം. സങ്കീർത്തനം 1 സങ്കീർത്തനം 2 വാക്യം. വചനം എങ്ങനെയാ പറയുന്നത്? യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവത്തിന്റെ വചനം ഒരിക്കലും തെറ്റല്ല, തെറ്റായിട്ട് പറയത്തില്ല. പക്ഷെ നാം കർത്താവിന്റെ വചനത്തിൽ സന്തോഷിക്കുന്നുണ്ടോ? നമ്മൾ പലരും സന്തോഷിക്കുന്നുണ്ട്, എന്നാൽ സന്തോഷിക്കാൻ വേണ്ടി ദൈവവചനത്തിൽ നമുക്ക് എന്തില്ല? സന്തോഷമില്ല. ന്യായപ്രമാണം സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. നമ്മൾ സന്തോഷിക്കുന്നുണ്ടോ? ദൈവവചനത്തിൽ സന്തോഷിക്കുന്നുണ്ടോ? നമ്മൾ എപ്പോഴാണ് സന്തോഷിക്കുന്നത്? എപ്പോഴാണ് സന്തോഷിക്കുന്നത്? പ്രയാസപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം കലങ്ങിയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഒരു വചനം പറയുമ്പോൾ നാം സന്തോഷിക്കുന്നുണ്ട്. അടുത്തത് പിന്നെ എപ്പോഴാണ് നമ്മൾ സന്തോഷിക്കുന്നത്? നമ്മുടെ പുറത്തെ ആരെങ്കിലും കൈവച്ച് നിന്റെ ഭാവി ഇങ്ങനെയാവും, നീ ദൈവത്തിന് ഇങ്ങനെ പ്രയോജനപ്പെടും എന്ന് നാം പറയുമ്പോൾ നമുക്ക് എന്താണ്? ഒരു സന്തോഷം. അപ്പാ, ദൈവം എന്നോട് സംസാരിച്ച് എന്നോട് ഇടപെട്ട് നമ്മൾ കേൾക്കുന്നത് സന്തോഷം തന്നെയാണ്. ഇത്രയും പറഞ്ഞത്, നാം സന്തോഷിക്കാൻ വേണ്ടി ദൈവവചനത്തിൽ സന്തോഷിക്കാതെ മറ്റൊരു വ്യക്തി പറഞ്ഞുകൊണ്ട് സന്തോഷിച്ചാൽ ആ സന്തോഷം അധികം നാൾ കാണത്തില്ല. പക്ഷെ വ്യക്തിപരമായി ദൈവം എന്നോട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ആശ്രയിക്കുമ്പോൾ, അതിൽ സന്തോഷിക്കുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ കഴിയൂ. ഒരു വ്യക്തി എൻ്റെ പുറത്ത് കൈവച്ച് പറഞ്ഞതല്ല പ്രാധാന്യം. ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ ദൈവം എന്നോട് ഇടപെട്ടത് ആ വ്യക്തി ഒരിക്കൽ കൂടെ വന്ന് കൺഫർമേഷൻ കൊടുക്കുന്നതാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കുക. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം എന്നോട് ഓൾറെഡി ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അത് ഒരിക്കൽ കൂടെ നിരൂപിക്കുവാൻ, അല്ലെങ്കിൽ അത് കൂടെ കർത്താവ് ഇത് ചെയ്യാം, അടുത്ത വ്യക്തിയോട് അതിനെ കർത്താവ് ഉറപ്പിച്ച് പറയാം. അപ്പോൾ നമുക്കറിയാൻ ദൈവം ഇത് എന്നോട് ഇടപെട്ടതാണ്, ഇത് എന്നോട് സംസാരിക്കുന്നതാണ് എന്ന് നമുക്ക് തെളിവായി നമുക്ക് കാണുവാൻ കഴിയും. നമ്മൾ മനസ്സിലാക്കാം. ദൈവം ആദ്യം നമ്മൾ അത് ഇടപെടണം, അത് നമ്മൾ ഉറപ്പിക്കണം. അത് ഉറപ്പിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ രണ്ടാമത് കൺഫർമേഷൻ ആണ് വേറൊരു ദൈവദാസനോട് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോഴാണ് ഇത്രയും പറഞ്ഞത്, നാം എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനം നാം എത്രത്തോളം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നിറയ്ക്കണം. ഇനി നമ്മുടെ കയ്യിൽ കർത്താവ് നൽകിയിട്ടുണ്ട്. നമുക്ക് എത്ര പേർക്ക് വചനം നമുക്കറിയാം? എത്ര പേർക്ക് നമുക്ക് ദൈവത്തിന്റെ വചനം നമുക്ക് അറിയാം? നമുക്കറിയത്തില്ല. എന്നാൽ നമ്മൾ ധ്യാനിക്കാറില്ല, വായിക്കാറില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട് ക്ഷാമം വരുമുണ്ട്. ലോകത്തില് ആകാത്ത ക്ഷാമം കർത്താവ് പറഞ്ഞതില്ല. ദൈവവചനത്തിലെ ക്ഷാമം വരാൻ പോകും. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവം നമുക്ക് നൽകപ്പെട്ട അവസരങ്ങൾ കർത്താവിൻ്റെ വചനങ്ങൾ വായിക്കുക, ധ്യാനിക്കുക. എത്രത്തോളം നിങ്ങളുടെ ഹൃദയത്തിൽ കേട്ടാൻ പറ്റുമോ അത്രത്തോളം കേട്ടിയാൽ നിങ്ങൾക്കത് നല്ലത്. നിങ്ങൾക്ക് വചനമില്ലെങ്കിലും നിങ്ങൾ കർത്താവിനെ കുറിച്ച് വചനങ്ങൾ പറയാൻ കഴിയും. ആഗ്രഹിക്കുന്നവരെ കർത്താവ് എന്ത് ചെയ്യുന്നു? നിറയ്ക്കുന്നുണ്ട്. ദാഹിക്കുന്നവരെ കർത്താവ് എന്ത് ചെയ്യും? നിറയ്ക്കും. നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ ദാഹമുണ്ടെങ്കിൽ ആ ദാഹം ദൈവം തീർച്ചയായിട്ട് അവൻ നിറയ്ക്കും. മൂന്നാമത്തെ കാര്യം നോക്കാം. നാം ആദ്യം ചെയ്തത് നമ്മുടെ ഹൃദയത്തെ ദൈവസ്ഥാനത്തിൽ പകരണം. 2, ദൈവത്തിൻ്റെ വചനത്താൽ നാം നിറയ്ക്കണം. മൂന്നാമത്തെ കാര്യം, ദൈവത്തെ വിശ്വസ്തമായി സേവിക്കുന്നതിൽ മുമ്പോട്ട് പോകുന്നു. കീപ് ഓൺ സെർവിങ് ഗോഡ് ഫെയ്ത്ത്ഫുള്ളി. അത് ചെറിയ കാര്യമാകട്ടെ, നിങ്ങളെ കൊണ്ട് കർത്താവ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ വിശ്വസ്തയോടെ നിങ്ങൾ ചെയ്ത് മുൻപോട്ട് പോകുമെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. നമുക്കൊരു വാക്യം വായിക്കാം. ലൂക്കോസ് 1-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 7 വാക്യങ്ങൾ. ഈ 2 വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ ഈ 2 പേർ എന്താണ്? പ്രായം ചെന്ന, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ എന്താണ്? ഒരു അപ്പനും ഒരു അമ്മയും, അങ്ങനെ പറയാൻ പറ്റും അല്ലേ? പ്രായം ചെന്ന വ്യക്തികൾ എന്ത് ചെയ്തു? ഇരുവരും ദൈവസന്നിധിയിൽ നീതി ഉള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും
ആയിരുന്നു. പക്ഷെ ഇവിടെ താഴോട്ട് വായിക്കുമ്പോൾ എലിസബത്തെ കുറിച്ച് പറയുമ്പോൾ എന്താണ്? എലിസബത്ത് എന്തായിരുന്നു? മച്ചിയായിരുന്നു. അവൾക്ക് കുഞ്ഞുങ്ങളില്ല. അവൾ അതൊന്നും അവളുടെ ജീവിതത്തിൽ വലുതായി ഒന്നും എടുത്തില്ല. പക്ഷെ ഇരുവരും, വചനങ്ങൾ വായിക്കണം, ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു. നോക്കണം, എലിസബത്തിന് കുഞ്ഞുങ്ങളില്ല. ஆனால் അവൾ ഒത്തിരി പ്രായമായിട്ടും ദൈവത്തിന്റെ കൽപ്പനകളിൽ നീതിയോടും കുറ്റമില്ലാതെ നടക്കുന്ന വ്യക്തികളെ ആയിരുന്നു. അവർ ചെറുപ്പപ്രായമില്ല, ഒത്തിരി വർഷങ്ങളായി, ഒത്തിരി പ്രായമായ വ്യക്തികളാണ്. ആ പ്രായത്തിലും അവൾ എന്ത് ചെയ്തില്ല? ആ കൽപ്പനകളെ അവൾ ലംഘിച്ചിട്ടില്ല. അത്രത്തോളം ദൈവത്തെ സ്നേഹിക്കും, ദൈവത്തിന്റെ വചനങ്ങളെ അനുസരിക്കുകയും അവന്റെ കൽപ്പനകളെ നീതിയോട് അവർ പ്രവർത്തിക്കുവാൻ ഇടയായി. നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യോ നാം എപ്പോഴും അതേക്കുറിച്ചാണ് നമ്മൾ എപ്പോഴും ആശങ്കപ്പെടുന്നത്. നമുക്ക് എന്ത് കിട്ടില്ലയോ അതേക്കുറിച്ചാണ് നമുക്ക് കവല. പക്ഷെ ഇവിടെ അവരുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളില്ലാത്തത് അതേക്കുറിച്ച് അവള് ഓർത്തില്ല. ആ സകല അവൻ ഒരു പുരോഹിതനായിരുന്നു അല്ലേ? അവനും ദൈവത്തിന്റെ പേരിൽ വിശ്വസ്തയോടെ അവൻ ചെയ്തുകൊണ്ടിരുന്നു. കർത്താവ് നമ്മളെ കുറിച്ച് നോക്കുമ്പോൾ ഈ ഭൂമിയിൽ നാണും നിങ്ങളും ആവശ്യമാണ്. നമ്മളുടെ പ്രായം എത്രയും ദൈവത്തിന് ഒരു വിഷയമല്ല. നമുക്കറിയാം, മോശയെ കുറിച്ച് വായിക്കുമ്പോൾ മോശ എന്ത് ചെയ്തു? കർത്താവ് 80-ാം വയസ്സിലാണ് കർത്താവ് അവനെ സന്ദർശിക്കുവാൻ ഇടയായി. 40 വയസ്സിൽ അവൻ തീരുമാനിച്ച് എൻ്റെ കൈ കൊണ്ട് കർത്താവ് മിസ്രൈമിൽ തന്റെ ജനത്തെ വിടുവിക്കുമെന്ന് വിചാരിച്ച് അവൻ ഒറ്റ അടി കൊണ്ട് ഒരുത്തനെ കൊലപ്പെടുത്തി. അതുകൊണ്ട് എന്ത് ചെയ്ത്? നാട് വിട്ടു ഓടേണ്ടി വന്നു. പക്ഷെ 80-ാമത്തെ വയസ്സിൽ ദൈവം അവനെ സന്ദർശിച്ച് അവനെ കൊണ്ടുവന്ന് ഏകദേശം 40 വർഷക്കാലം മരുഭൂമിയിൽ ആ ജനത്തെ നടത്തുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരുന്നു. ഞാൻ ഇത്രയും പറഞ്ഞത്, നാം വിശ്വസ്തോടെ കർത്താവ് ഏൽപ്പിച്ച് ചെറുതാണോ വലുതാണല്ലോ ദൈവനാമത്തിൽ വിശ്വസ്തോടെ നാം ദൈവങ്ങളെ ചെയ്യുമെങ്കിൽ ദൈവം നമ്മളെ മാനിക്കും. നാം ദൈവത്തിനെ കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ഒന്ന് നമ്മുടെ ഹൃദയത്തെ പകരണം. 2 ദൈവത്തിന്റെ വചനത്താൽ നിറയപ്പെടണം. 3 കർത്താവ് ഏൽപ്പിച്ച് ചെറുതാണോ വലുതാണോ അത് വിശ്വസ്തോടെ നാം ചെയ്യണം. ഈ ഭൂമിയിൽ എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും ദൈവത്തിന്റെ രാജ്യം പണിയപ്പെടണം. നമ്മൾ എല്ലാവരും, ഇവരിക്കുന്ന എല്ലാവരും നിങ്ങൾ ദൈവത്തിന് മുൻപിൽ എന്താണ് മക്കളെങ്കിൽ നിങ്ങളെ കൊണ്ട് കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അവിടെ ഇരിക്കാനല്ല, നിങ്ങളെ കൊണ്ട് കർത്താവിന്റെ വേല ചെയ്യുവാനാണ് ദൈവം നിങ്ങളെ വിളിച്ചത്. അതിനായി നാം ഈ നാളുകളിൽ നാം ദൈവസന്നിധിയിൽ കാത്തിരിക്കാം. ദൈവത്തിന്റെ ബലം കൊണ്ട് ദൈവം നമ്മളെ നിറയ്ക്കും. ഗായമ്പോൾ പറഞ്ഞതുപോലെ, യഹോവയ്ക്ക് കാത്തിരിക്കുക ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. നാം യഹോവയുടെ ശക്തിയെ പുതുക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ കാത്തിരിക്കണം. അവരുടെ വചനങ്ങളെ നാം ഉൾക്കൊള്ളണം. ദൈവത്തിന്റെ വേലയിൽ കർത്താവിനെ ഏൽപ്പിച്ചത് ഏതായിരുന്നാലും ചെറുതാണോ വലുതാണോ നാം വിശ്വസ്തോടെ ചെയ്ത് മുമ്പോട്ട് പോകുമെങ്കിൽ അവൻ നമുക്ക് ഒരുക്കിയിട്ടില്ല. നാം കാത്തിരിപ്പിക്ക് അവന്റെ ശക്തിയാൽ ദൈവം നമ്മളെ പുതുക്കും.